നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ 4ാമത്തെ പാഠമായ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിലെ വാലൻസ് ബോണ്ട് തിയറിയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ VSAPR തിയറി വരെ പഠിച്ചു ആണല്ലോ. അതിന്റെ സ്ട്രക്ചർ അത് വെച്ചുള്ള സ്ട്രക്ചർ വരയ്ക്കാൻ വരെ പഠിച്ചു നിർത്തിയിരിക്കുകയാണ്. അടുത്ത ടോപ്പിക്കാണത് വാലൻസ് ബോണ്ട് തിയറി. നോക്കാം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച VSAPR തിയറി ആയിക്കോട്ടെ, ലെവിസ് സ്ട്രക്ചർ ആയിക്കോട്ടെ, ഇവ രണ്ടും അറ്റോമിക് ഓർബിറ്റലിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. അപ്പം അറ്റോമിക് ഓർബിറ്റലിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വന്ന തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറിയും മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MOTയും VBTയും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ VBT നോക്കാം, വാലൻസ് ബോണ്ട് തിയറി. ഓക്കെ, അപ്പോഴ് എന്താണ് വാലൻസ് ബോണ്ട് തിയറി പറഞ്ഞാൽ അറിയാമോ? നമ്മൾ ഈ പറഞ്ഞ ഒരു ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ഓർബിറ്റൽ എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം. എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഹൈഡ്രജൻ എടുക്കാം. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എത്ര? 1 ആണ്. സോ 1s1. അതുപോലെ മറ്റൊരു ഹൈഡ്രജൻ 1s1. ഓക്കെ, നോക്കിയാണേ എന്താണ് പറഞ്ഞ ഒരു ആറ്റം തമ്മിൽ കമ്പൈൻ ചെയ്ത് കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ അറ്റോമിക് ഓർബിറ്റൽ എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്യണം. അപ്പൊ അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഞാൻ ഈ ഇപ്പൊ VBT പഠിക്കുമ്പോൾ ഒരുപാട് എക്സാമ്പിൾ ചെയ്യും. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ തിയറി പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാം. 2 തരം ബോണ്ടിങ് ഉണ്ട്, സിഗ്മ ബോണ്ടിങ്ങും പൈ ബോണ്ടിങ്ങും. അതെങ്ങനെ വരുന്നെന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ക്ലാസ്സിൽ. നോക്കാം, 1s1 നോക്കിയാണ്. നമുക്കറിയാം സ്പിയർ അല്ലേ? ആണല്ലോ. ഇപ്പൊ ഇത് സ്പിയർ നോക്കിയാണേ. ഇവര് തമ്മിൽ ഇപ്പൊ 1s1 എന്നായിരുന്ന ആറ്റം, ഇവിടെ 1s1 എന്ന വേറൊരു ആറ്റം ഹൈഡ്രജൻ. ഓക്കെ, ഇത് വളരെ വളരെ ദൂരെ ഇരിക്കുകയാണ്. ഇവര് അടുത്തടുത്ത് വരുമല്ലോ. അടുത്തടുത്ത് വരുമ്പം ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവര് തമ്മിൽ മെർജ് ചെയ്യും. എന്താണ്? ഓവർലാപ്പ് ചെയ്യും. അതായത് പോലെ കണ്ട, ഒന്നിനകത്തോട്ട് മറ്റൊന്ന് ഇടിച്ച് കയറി ഇങ്ങനെ ഉണ്ടാക്കും. ഒന്നിനകത്തോട്ട് ഇടിച്ച് കയറി അടുത്ത ഓവർലാപ്പ് ചെയ്യും. മനസ്സിലായോ? ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓർബിറ്റല് ഓവർലാപ്പ് ചെയ്യും. ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെയാണേ. കണ്ട, ഇവിടെ ഒരു 1s1 ഇല്ലേ? ആ ഇലക്ട്രോൺ ഇതായിരിക്കണം. കണ്ട, ഇവിടെ ഉണ്ടല്ലോ 1s1, അതാണ് ഇതായിരിക്കണം. കണ്ട, അപ്പം ഇത് ഓവർലാപ്പ് ചെയ്യുമ്പം അവർക്കിടെ എന്ത് ചെയ്യും? കണ്ട, ഇതിന്റെ ഇതായിരിക്കണേ, ഇതിന്റെ അവിടെ ഇരിക്കണേ. കണ്ട, അപ്പൊ ഓവർലാപ്പ് ചെയ്ത് എന്താ? അവരൊരു ബോണ്ട് ഫോം ചെയ്തു. കണ്ട, ഇങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത്? അവര് തമ്മിൽ ബോണ്ടിങ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് സംഭവിക്കണേ? കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാക്കുന്നതാണ് ഏത് തിയറി പറയണേ? വാലൻസ് ബോണ്ട് തിയറി പറയുന്നേ. ഒരു കാര്യം ശ്രദ്ധിച്ച, ഞാൻ ഇവിടെ മുകളിലോട്ട് വരച്ചപ്പം ഇവിടെ താഴോട്ടല്ലേ വരച്ചത് അല്ലേ? അങ്ങനെ വരയ്ക്കാനുള്ള കാരണമുണ്ട്. അതായത് രണ്ട് ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ ഇലക്ട്രോൺസിന് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ്. എന്നാലല്ലേ ഒരു ഓർബിറ്റിൽ ഓപ്പോസിറ്റ് സ്പിൻ വരത്തുള്ളൂ, വരച്ചു വരുമ്പോ അല്ലേ? അല്ലെങ്കിൽ ഇവിടെ രണ്ട് സെയിം ആയിരുന്നെങ്കിൽ ആലോചിച്ച് ഞാൻ വരച്ചു വരുമ്പോഴും അങ്ങനെ വരയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് അത് പറ്റൂല. നമുക്കറിയാം എപ്പോഴും ഓർബിറ്റിനകത്ത് ഓപ്പോസിറ്റ് സ്പിൻ അല്ലേ? അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ? ഇവിടെ നോക്കിയാണെ, ഒരെണ്ണം പോസിറ്റീവ് വരച്ചാൽ അടുത്ത നെഗറ്റീവ് വരയ്ക്കുക. ഓക്കെ, ഒന്ന് മുകളിലിറങ്ങി അടുത്ത താഴോട്ട് വരയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യും? പടം വരച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് മുകളിലും താഴോട്ട് വരും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കണക്കിതാ ഈ ആറ്റം രണ്ടും ദൂരെ ദൂരെ ഇരിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടുത്തടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പുതിയൊരു അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടാവും. ഏതൊക്കെ തമ്മിൽ നോക്കാം. നോക്കിയോണേ. അതായത് നോക്ക്, എന്താണ്ട് ഈ ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് ആണ് NH എന്ന് വെച്ചോ. NH, ഈ ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് ആണ് NH1. ഓക്കെ, ഈ ഹൈഡ്രജൻ ഒന്ന് തരുന്നത് ഹൈഡ്രജൻ ഒന്നാമത്തെ ഹൈഡ്രജനും രണ്ടാമത്തെ ഹൈഡ്രജനും. ഓക്കെ, ഈ ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് ആണ് NH1. ഈ ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അതാണ് NH2. ഇത് മനസ്സിലാവാനാണ്. ഇത് NH2 എഴുതി കഴിഞ്ഞാൽ അമ്മേനൊന്ന് വായിക്കൂ. വേണ്ട, NH വേണ്ട. നമുക്ക് ഒരു കാര്യം ചെയ്യാം, H എഴുതാം. നല്ലത് HB, HA, HB. ഓക്കെ ആണല്ലോ, അതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അമ്മേനൊക്കെ വായിച്ചോളാം. അപ്പൊ ഒന്നാമത്തെ ഹൈഡ്രജൻ രണ്ടാമത്തെ ഹൈഡ്രജൻ ആ നല്ല സംശയമില്ലല്ലോ. ഇതൊക്കെയാണേ. ഇതാണ്ട് ഇവിടെ ഒരു ഇലക്ട്രോൺ ഇല്ലേ? അത് ഞാൻ കാര്യം ചെയ്യാം. ഒന്ന് A, ഒരു ഇലക്ട്രോൺ ആണേ, ഇലക്ട്രോൺ A. ഇതിന്റെ ഇലക്ട്രോൺ B. എടാ നോക്കിയാണ്, ഈ ന്യൂക്ലിയസിലുള്ള ഈ ന്യൂക്ലിയസും
ഇവരും തമ്മിൽ അട്രാക്ഷൻ ഇല്ലേ? ഉറപ്പായിട്ടുണ്ടല്ലോ. അത് ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസും ആ ആറ്റത്തിന്റെ ഇലക്ട്രോണും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആണേ അതേപോലെ ഇവിടെ ഇല്ലേ? അതിന്റെ ന്യൂക്ലിയസും അതിന്റെ ഇലക്ട്രോണും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യണേ? ഇവർ അടുത്തടുത്ത് വരാൻ തുടങ്ങിയത്. അപ്പൊ എന്ത് സംഭവിക്കുന്നൊക്കെയാണ്? ഈ ന്യൂക്ലിയസും തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇവര് തമ്മിൽ റിപ്പൽ ചെയ്യും. ആണേ ഈ ഇലക്ട്രോണും തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലേ? അപ്പൊ പുതിയൊരു രണ്ട് റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടായി. ഇനി അട്രാക്റ്റീവ് ഫോഴ്സ് നോക്കാം. ഒക്കെയാണ് ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിൽ എന്താവും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും ആണല്ലോ. അതേപോലെ ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ എന്തുണ്ടാവും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. ഇവരിങ്ങനെ ചേർന്ന് വരുമ്പോൾ എന്താ പറയാമോ? ഇവർ എനർജി റിലീസ് ചെയ്യും. എനർജി റിലീസ് ചെയ്ത് എന്ത് ചെയ്യും? ഈ പറഞ്ഞ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കൂടുകയും ചെയ്യും, റിപ്പൽസീവ് ഫോഴ്സ് കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ? ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഓവർലാപ്പ് ചെയ്ത് ഇടിച്ചിടിച്ച് അകത്ത് കയറാൻ പറ്റുന്നത്. ശ്രദ്ധിക്കണേ, ഇവരെന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. അടുത്തടുത്ത് വരുംതോറും എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്ത് അട്രാക്റ്റീവ് ഫോഴ്സിന്റെ അളവ് കൂട്ടുകയും ചെയ്യും, റിപ്പൽഷന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? റിപ്പൽഷൻ ഫോഴ്സിനെക്കാളും അട്രാക്റ്റീവ് കൂടിയില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇടിച്ച് കയറി ഇവരെന്തുണ്ടാകും? ഒരു അറ്റോമിക് ഓർബിറ്റിൽ എന്ത് ചെയ്യും? ഒരു ഓവർലാപ്പിംഗ് സംഭവിക്കും. ഇതാണ് സംഭവിക്കണേ. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ ഓവർലാപ്പിംഗ് രണ്ട് രീതി നടക്കാം. ഓക്കെ, രണ്ട് രീതി നടക്കാം. അതിന് അങ്ങോട്ട് വരാം. അത് നമ്മൾ രണ്ട് പേരിൽ വിളിക്കും, സിഗ്മ ബോണ്ട് എന്നും പൈ ബോണ്ട് എന്നും. രണ്ട് പേരുണ്ട്, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്. അങ്ങോട്ട് വരാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. നോക്കിയാണേ, നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് കോവലന്റ് ബോണ്ടിങ് ഫോം ചെയ്യണമെങ്കിൽ, ഒരു ആറ്റങ്ങൾ തമ്മിൽ കോവലന്റ് ബോണ്ടിങ് ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അറ്റോമിക് ഓർബിറ്റിൽ എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്യണം. ഓക്കെ, അറ്റോമിക് ഓർബിറ്റിൽ എന്ത് ചെയ്യണം? അറ്റോമിക് ഓർബിറ്റില് ഓവർലാപ്പ് ചെയ്യണം. അറ്റോമിക് ഓർബിറ്റില് ഓവർലാപ്പ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അറ്റോമിക് ഓർബിറ്റിൽ എന്തായിരിക്കണം? ഹാഫ് ഫിൽഡ് ആയിരിക്കണം അല്ലേ? ഇപ്പം ഒരു ഓർബിറ്റിൽ ആകെപ്പാടെ രണ്ട് ഇലക്ട്രോണെ വെക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചതാണ്, രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചതല്ലേ? ഒരു ഓർബിറ്റലില് പരമാവധി രണ്ട് ഇലക്ട്രോണെ വെക്കാൻ പറ്റൂ ആണല്ലോ. അപ്പൊ ഓൾറെഡി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് പോയി ഓവർലാപ്പ് ചെയ്യൂ അല്ലേ? ഓൾറെഡി രണ്ടെണ്ണം ഉണ്ടെന്ന് വെച്ചോ, പിന്നെ അത് പോയി ഓവർലാപ്പ് ചെയ്ത് മൂന്നാമത് ഒരുത്തിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എന്തായിരിക്കണം? ഇത് ഹാഫ് ഫിൽഡ് ആയിരിക്കണം. ഇത് എന്തുണ്ടായിരിക്കാം? ഒരൊറ്റ ഒരെണ്ണേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഹാഫ് ഫിൽഡ് ആയിരിക്കണം. ഒരു ഓർബിറ്റിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യമാണ് അവര് ഹാഫ് ഫിൽഡ് ആയിരിക്കണം. ഓർബിറ്റിനെ പറ്റിയാണ് പറയണം. ഓർബിറ്റ് എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്യണം എന്തായിരിക്കണം? ഹാഫ് ഫിൽഡ് ആയിരിക്കണം. മറ്റേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്തായിരിക്കണം? ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. അപ്പൊ എന്താണ്? ഇവരെന്തായിരിക്കണം? തമ്മിൽ എന്തായിരിക്കണം? ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം ആണല്ലോ. ഒരാൾ ക്ലോക്ക് വൈസ് എങ്കിൽ അടുത്ത ആന്റി ക്ലോക്ക് വൈസ്, അല്ലെങ്കിൽ ഒരാൾ പോസിറ്റീവ് എങ്കിൽ അടുത്ത നെഗറ്റീവ് അല്ലേ? ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവര് തമ്മില് ഓവർലാപ്പ് ചെയ്ത് കയറി പോകുമല്ലോ. ഓവർലാപ്പ് ചെയ്ത് എത്രത്തോളം കയറാൻ പറ്റുമോ അത്രത്തോളം കയറുകയാണെങ്കിൽ സ്ട്രോങ് ബോണ്ടായി മാറും. കാരണം എന്തായിരിക്കും? നിങ്ങള് ബോണ്ട് ലെങ്ത് ഒക്കെ പഠിച്ചതല്ലേ? ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അറിഞ്ഞത് പറയരുത് അല്ലേ? എന്താണ് ഈ ഒരു ആറ്റവും മറ്റൊരു ആറ്റവും തമ്മിലുള്ള ബോണ്ടിന്റെ ലെങ്ത് ആണെന്ന് ബോണ്ട് ലെങ്ത് എന്ന് പറയണേ. അത് കുറവാണെങ്കിൽ എന്താണ് അർത്ഥം? ബോണ്ട് സ്ട്രോങ് എന്നല്ലേ? അല്ലേ? ഇപ്പം എ എന്നൊരു ആറ്റവും ബി എന്നൊരു ആറ്റവും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് വളരെ വളരെ കുറവാണെങ്കിൽ എന്താണ്? ആ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കുമല്ലോ. ഇപ്പൊ ഇവര് നല്ല അടുത്ത് കയറുകയാണെങ്കിൽ എയും ബിയും പരമാവധി ഓവർലാപ്പ് ചെയ്ത് വളരെ അടുത്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ബോണ്ട് ലെങ്ത് കുറച്ചുകൂടെ കുറയൂലേ? അപ്പൊ എത്രത്തോളം അകത്തോടെ കയറാൻ പറ്റുമോ അത്രത്തോളം എന്താവും? ബോണ്ട് സ്ട്രെങ്ത് കൂടും. കാരണം എന്താണ്? ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ, ഓവർലാപ്പിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പ് എന്ത് ഡിസൈഡ് ചെയ്യും? എക്സ്റ്റെന്റ് വളരെ വളരെ കൂടുതലാണെങ്കിൽ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ഓക്കെ, എക്സ്റ്റെന്റ് വളരെ കൂടുതലാണെങ്കിൽ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ബോണ്ട് ലെങ്ത് കുറവ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണ്, ബോണ്ട് എൻതാൽപി കൂടുതലാണ്. അത് മറക്കരുത്. അത് എന്താണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, എക്സ്റ്റെന്റ് അതായത് എന്താണ്? ഓവർലാപ്പിന്റെ എക്സ്റ്റെന്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? കൂടിയ ബോണ്ട് ലെങ്ത് കുറയും. കാരണം അത്രയും വളരെ അടുത്ത് നിൽക്കുകയല്ലേ. അപ്പൊ ബോണ്ട് ലെങ്ത് കുറയും, സ്വാഭാവികമായിട്ടും ബോണ്ട് എൻതാൽപി കൂടും. ഓക്കെ, ഇനി കേട്ടെ, ഈ ഓവർലാപ്പിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണെന്ന് വെച്ചോ, ഇത് ന്യൂക്ലിയസ് ഇവിടെ ഇരിക്കുകയാണ്. ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ കയറാൻ പറ്റുമോ? അങ്ങനെ കയറാൻ പറ്റുമോ? ഇല്ല. ഒരു പരിധി ഉണ്ട് അല്ലേ? അപ്പൊ ഒരു പരിധി ഉണ്ട്. കാരണം എന്താണ്? ന്യൂക്ലിയസ് തമ്മിൽ റിപ്പൽ ചെയ്യും. വരുന്ന ആറ്റത്തിന്റെ ന്യൂക്ലിയസും ഇവിടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസും തമ്മിൽ റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറം എന്ത് ചെയ്യാൻ പറ്റില്ല? ഇടിച്ചകത്ത് കയറി പോകാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് പരമാവധി നമുക്ക് എന്ത് ചെയ്യാം? ഒരു
പകുതിയോളം പകുതി വരാൻ പറ്റില്ല, പകുതിക്ക് താഴെ എന്ത് ചെയ്യുള്ളൂ, ഉറപ്പായിട്ടും ഓവർലാപ്പ് നിൽക്കത്തുള്ളൂ. 50% നടുക്ക് നല്ലപോലെ ഇടിച്ച് കയറത്തില്ല, ഒരു 50% വരെ എന്ത് ചെയ്യുള്ളൂ, ഉറപ്പായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് കയറത്തുള്ളൂ. കാര്യം പറഞ്ഞാലോ, എന്താണ് ന്യൂക്ലിയസ് തമ്മിൽ എന്ത് ചെയ്യും, ന്യൂക്ലിയസ് റിപ്പൽ ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഓക്കെ ഇനി നോക്കിയാണേ, നമ്മുടെ ഓർബിറ്റല് സെയിം ഫേസ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ സംഭവം നടക്കത്തുള്ളൂ, ഓവർലാപ്പിംഗ് സംഭവിക്കത്തുള്ളൂ. എന്താണ്, ഓർബിറ്റല് സെയിം ഫേസ് ആണെങ്കിൽ മാത്രമേ ഓവർലാപ്പിംഗ് സംഭവിക്കത്തുള്ളൂ. അതായത് നമ്മുടെ ഓർബിറ്റൽ എന്താണ്, ഒരു വേവ് അല്ലേ? അതിനുമ്പ് ചോദിച്ചോട്ടെ, എന്താണ് ഓർബിറ്റല്, എന്താണ് ഒന്ന് മനസ്സിലായെന്ന് പറഞ്ഞു നോക്കിയാണ്. ഒരു സെക്കൻഡ് ഗ്യാപ്പ് എടുത്തിട്ട് നോക്കിയോ, ഇലക്ട്രോണുകളെ കാണാൻ കഴിയുന്ന 3D സ്പേസുകളെ നമ്മൾ എന്ത് വിളിക്കുന്നേ, ഓർബിറ്റൽ എന്ന് വിളിക്കുന്നേ അല്ലെ? അതൊരു വേവ് ആണ്. അപ്പൊ അതെന്തുണ്ട്, അതിന് പോസിറ്റീവ് സൈഡും വരും, അതുപോലെ നെഗറ്റീവ് സൈഡും വരും. പോസിറ്റീവ് സൈഡ് വരും, നെഗറ്റീവ് സൈഡ് വരും. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് ചാർജ് അല്ല. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇത് ചാർജ് അല്ല, അതിന്റെ ഫേസ് ആണ്. ഓക്കെ, വേവിന്റെ ഫേസുകളാണ്. ഓക്കെ, ഓർബിറ്റൽ സെയിം ഫേസ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓവർലാപ്പ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പൊ ഓർബിറ്റൽ ഉണ്ടെന്ന് വെച്ചോ, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഓർബിറ്റല് ഇവിടെ നെഗറ്റീവും പോസിറ്റീവും വന്നാൽ മാത്രമേ ഇവര് തമ്മിൽ എന്തുണ്ടാകുള്ളൂ, ഓവർലാപ്പിംഗ് സംഭവിക്കത്തുള്ളൂ. ഒന്നുകിൽ നെഗറ്റീവ് ഓവർലാപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പോസിറ്റീവും തമ്മിൽ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. അല്ലാതെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്യില്ല. പോസിറ്റീവ് നെഗറ്റീവ് വന്നിട്ട് എന്ത് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്യില്ല. നെഗറ്റീവ് ഓവർലാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നോക്കിയോ, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, മൈനസ് പ്ലസ് മൈനസ്, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഓപ്പോസിറ്റ് സ്പേസ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഓവർലാപ്പിംഗ് സംഭവിക്കുന്നില്ല. പോസിറ്റീവ് നെഗറ്റീവ് വരെയാണ്, ഓവർലാപ്പ് ചെയ്യില്ല. നെഗറ്റീവ് വന്ന് ഓവർലാപ്പ് ചെയ്യും, പോസിറ്റീവ് വന്ന് ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, ബാക്കിയാണ് കുറച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഓവർലാപ്പിംഗ് ഉണ്ടല്ലോ, ഓവർലാപ്പിംഗ് ഓർബിറ്റല് എപ്പോഴും ഡയറക്ഷനിലാണ്. ഡയറക്ഷൻ എന്ന് വെച്ചാൽ, അതായത് ഒരുപോലെ ഇരിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, ഓവർലാപ്പിംഗ് സംഭവിക്കത്തുള്ളൂ. എന്താണ് കാണിച്ചു തരാം, നോക്കിയോ. ഇപ്പൊ ഒരു ആറ്റത്തിന്റെ PX എന്ന ഓർബിറ്റല് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോ, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വേറൊരു ആറ്റത്തിന്റെ PX എന്ന ഓർബിറ്റല് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓവർലാപ്പിംഗ് ചെയ്ത് അവരെന്തുണ്ടാവും, അവരൊരു ബോണ്ട് ഫോം ചെയ്യും, ഇതുപോലെ. ഇങ്ങനെ എന്ത് ചെയ്യാം, ഓവർലാപ്പിംഗ് സംഭവിക്കാം. ഓക്കെ, പക്ഷേ ഇപ്പൊ ഇതിന്റെ സ്ഥാനത്ത് ഇവിടെ വേറെ ആറ്റത്തിന്റെ PY വരെയാണെന്ന് വെച്ചോ, ഉദാഹരണം വരയ്ക്കാണ് ഇങ്ങനെ PY. ഇവര് തമ്മിൽ എന്ത് ചെയ്യൂല, ഓവർലാപ്പിംഗ് സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കും, ഇതൊന്നും അടുക്കല എന്ന് കയറുള്ളൂ, അല്ല അങ്ങനെ കയറാൻ പറ്റത്തില്ല, ഓവർലാപ്പിംഗ് ആയിട്ട് സംഭവിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞ എന്താണ്, ഈ പറഞ്ഞ ഓവർലാപ്പിംഗ് ഡയറക്ഷനിലാണ്. ഒരുപോലെ ഇരിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, ഓവർലാപ്പിംഗ് സംഭവിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഞാനിപ്പോ ഒരെണ്ണം വരച്ചില്ലേ, ഒരു ബോണ്ട് വരച്ചില്ലേ, ഇപ്പൊ PX വരച്ചില്ലേ, അത് ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ്. അതുപോലെ ഇപ്പൊ നമുക്ക് ഒരു ആറ്റത്തിന്റെ PXും ഇത് വേറെ ആറ്റത്തിന്റെ PX, ഇത് തമ്മിൽ എന്തുണ്ടാകാം, ബോണ്ടിങ് ഫോം ചെയ്യാം. നോക്കിയോണേ, എങ്ങനെ നോക്കിയോ, കണ്ടേ, ഇങ്ങനെ സൈഡ് ഒഴിക്കാറില്ലേ, ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓവർലാപ്പിംഗ് സംഭവിക്കാം. ഇങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യും, ഓവർലാപ്പിംഗ് സംഭവിക്കും. ആ രണ്ട് രീതിയാണ്, ഒന്ന് സിഗ്മ ബോണ്ടിങ്ങും, രണ്ട് പൈ ബോണ്ടും. എന്തൊക്കെയാണെന്ന് നോക്കാം, മാറ്റിയാണേ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ട് ഉണ്ടെന്ന്. എന്തൊക്കെയാണ്, ഒന്ന് സിഗ്മ ബോണ്ടും, രണ്ടെന്താണ്, പൈ ബോണ്ടും. രണ്ട് ബോണ്ട് എന്തൊക്കെയാണ്, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആക്സിൽ ഓവർലാപ്പ് ആണ്. അതായത് ഇവർ തമ്മിലുള്ള ഇപ്പൊ രണ്ട് എസ് എന്ന് വെച്ചോ, എസ് തമ്മിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. നമ്മൾ ആദ്യം വരച്ചില്ലേ PX അല്ലെ ഹൈഡ്രജൻ വരച്ചില്ലേ, അതുപോലെ ഓവർലാപ്പ് ചെയ്യുന്നതാണ് ഏത്, സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ. ആക്സിലാണ്, അതായത് ഒന്നിന് തുറന്നോണ്ട് എടുത്ത പോകും. ഓക്കെ, ആക്സിൽ ഓവർലാപ്പ് ആണ്. മറ്റേന്ന് പറഞ്ഞാൽ പാരലൽ ആണ്. ഞാൻ കാണിച്ചു എന്താണെന്ന് വരച്ച് കാണിച്ചു തരാം. അടുത്ത നോക്കിയാണെ, ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹെഡ് ഓൺ ഓവർലാപ്പ്. ഓക്കെ, അതുപോലെ തന്നെ എൻഡ് ടു എൻഡ് ഓവർലാപ്പ് ആണ് ഏതാണ്, സിഗ്മ ബോണ്ട്. നിങ്ങൾക്ക് ഈ ടേംസ് എല്ലാം മനസ്സിലാവും സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നു. സിഗ്മ ബോണ്ട് ആക്സിൽ ഓവർലാപ്പ് ആണ് സംഭവിക്കണേ. അറിയപ്പെടുന്ന പേര് ഹെഡ് ഓൺ ഓവർലാപ്പ് എന്ന് അറിയപ്പെടുന്നു, അതുപോലെ എൻഡ് ടു എൻഡ് ഓവർലാപ്പ് എന്ന് അറിയപ്പെടുന്നു. നോക്കാം, പൈ ബോണ്ട് ആണെങ്കിൽ സൈഡ് വേസ് ഓവർലാപ്പ് ആണ്. ഞാൻ പറഞ്ഞില്ലേ പാരലൽ ഓവർലാപ്പ് ചെയ്യും, പാരലൽ ഓവർലാപ്പ് ആണ്. ഓക്കെ,
പാരലൽ ഓവർലാപ്പ് ആണ്, സൈഡ് വേ ഓവർലാപ്പ് ആണ്. ഇതൊക്കെയാണ്. ഇതിൽ ആരായിരിക്കും കൂടുതൽ സ്ട്രോങ്? കൂടുതൽ സ്ട്രോങ് എപ്പോഴും സിഗ്മ ബോണ്ട് ആയിരിക്കും. അതിനുള്ള കാരണം സിഗ്മ ബോണ്ട് വളരെ തുറന്ന് എന്ത് ചെയ്യും, അകത്തോട്ട് കയറിപ്പോകും. പാരലൽ വളരെ കയറിപ്പോകാൻ പറ്റില്ല, അതുകൊണ്ട് ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ഞാൻ പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നോ. ഇനി മറ്റൊരു കാര്യം, എപ്പോഴും സിഗ്മ ബോണ്ട് ഉണ്ടാക്കും, എപ്പോഴും സിഗ്മ ബോണ്ട് ഉണ്ടാക്കും. ഒരു സിംഗിൾ ബോണ്ട് ആണോ അത് സിഗ്മ ബോണ്ട് തന്നെയാണ്. ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടോ സിഗ്മ ബോണ്ട് തന്നെയാണ്. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലോ അതിൽ ഒരെണ്ണം സിഗ്മയും മറ്റത് മാത്രമേ എന്താകത്തുള്ളൂ, പൈ ആകത്തുള്ളൂ. ഓക്കെയാണ്. എപ്പോഴും സിഗ്മ ബോണ്ട് ഉണ്ട്. അപ്പോഴ് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലോ അതിൽ ഒരെണ്ണം സിഗ്മ ആണല്ലോ, മറ്റു രണ്ടും എന്തായിരിക്കും, പൈ ബോണ്ട്. ഓക്കെ, എപ്പോഴും ഒരെണ്ണം സിഗ്മ ബോണ്ട് ഉണ്ടാക്കും, ഒരെണ്ണം സിഗ്മ ബോണ്ട് ഉണ്ടാക്കും അല്ലേ. നല്ല സ്ട്രോങ് ബോണ്ട് ഒരെണ്ണം വേണ്ടേ, അതാണ് ഒരെണ്ണം എപ്പോഴും സിഗ്മ ബോണ്ട് ആയിരിക്കും. ഇനി ബോണ്ട് ആവർത്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് പൈ ആയിട്ട് വരും. ഓക്കെ, ഇപ്പം സിംഗിൾ ബോണ്ട് ഉള്ളെങ്കിൽ സംശയം വേണ്ട, സിഗ്മ ബോണ്ട്. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈയും. ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം സിഗ്മ രണ്ട് പൈ. ഓക്കെ, ഇനി പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ എസ് ഓർബിറ്റലല്ലേ ഉരുണ്ട സ്ഥാനം, എസ് ഓർബിറ്റല് എപ്പോഴും സിഗ്മ ബോണ്ട് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. കൂടി എസ് ഓർബിറ്റല് സിഗ്മ ബോണ്ട് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം എന്തായിരിക്കും, അത് ഉരുണ്ടല്ലേ ഇരിക്കണത്, എപ്പോ പോയാലും ഇടിച്ചകത്തറാനേ പറ്റത്തുള്ളൂ. അപ്പം ആക്സിലായിട്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ, കയറാൻ പറ്റത്തുള്ളൂ. സിഗ്മ എസ് ഓർബിറ്റല് സിഗ്മ ബോണ്ട് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. ശ്രദ്ധിക്കണേ, എസ് ഓർബിറ്റല് സിഗ്മ ബോണ്ട് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. എന്നാൽ പി കൊണ്ട് പി എക്സ് അങ്ങനെയുള്ള ബോണ്ടുകൾക്ക് സിഗ്മ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ഉണ്ടാക്കാൻ പറ്റും, പൈ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഓരോന്ന് എക്സാമ്പിൾസ് കാണാം. തുടങ്ങാം. നോക്കിയാണേ നമ്മുടെ സിഗ്മ ബോണ്ടിനെ നമ്മൾ കണ്ട ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സിഗ്മ ബോണ്ടിനെ ഇങ്ങനെയെന്നും പൈ ബോണ്ടിനെ ഒരു പൈ സിമ്പിൾ ഇട്ട് റെപ്രസെന്റ് ചെയ്യും. സിമ്പിൾ ആണ്. സിഗ്മ ബോണ്ടിനെ ഇതുപോലെയും പൈ ബോണ്ടിനെ ഒരു പൈ സിമ്പിൾ ഇട്ട് റെപ്രസെന്റ് ചെയ്യും. നോക്കിയാണേ ഞാൻ പറഞ്ഞ് എസ് ഓർബിറ്റിൽ വന്നാൽ എന്തുണ്ടാക്കുള്ളൂ, സിഗ്മ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ എസ് ഉണ്ടാക്കുന്നത് സിഗ്മയാണ്. എസ് ഒരു പി വെച്ച് ഉണ്ടാക്കണമെങ്കിൽ സിഗ്മയാണ്. പി വെച്ച് ഉണ്ടാക്കുമ്പോഴും സിഗ്മ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ പി വെച്ച് ഉണ്ടാക്കുമ്പോഴും പൈയും ഉണ്ടാക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കാൻ വേറൊന്നുമില്ല, ഞാൻ സ്ട്രക്ചർ ഒക്കെ മനസ്സിലാവും. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. എസ് കണ്ട അപ്പോഴേ വേറെ ആലോചിക്കാനൊന്നുമില്ല, സിഗ്മ. പി വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ നോക്കണം, അത് സിഗ്മ ആണോ പൈ ആണോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന്. നോക്കാം നമുക്ക് ഹൈഡ്രജന്റെ ഫോർമേഷൻ. ഞാൻ ആദ്യം പറഞ്ഞതാണ്, എന്നാലും ഒട്ടിച്ച് പറയണേ. ഹൈഡ്രജൻ 1s1 ആണ്. ഹൈഡ്രജൻ 1s1 ആണ് ആണല്ലോ. അപ്പം ഇവിടെയാണ് ഒരു സ്പിയർ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു സ്പിയർ മാത്രമേ ഉള്ളൂ ആണല്ലോ. ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. ഇതിൽ ഞാൻ മുകളിൽ എടുത്തു, ഇവിടെ താഴെ എടുത്തു ആണല്ലോ. എന്ത് ചെയ്യും, ആക്സിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴേക്കും അല്ലേ ഇത് എന്ത് ചെയ്യും, ഇടിച്ച് കയറുകയല്ലേ ചെയ്യണേ അല്ലേ. നേർക്ക് നേരെ വന്ന് ഇടിച്ച് കയറുകയാണ് ചെയ്യണം ആണല്ലോ. ഇപ്പൊ എന്തുണ്ടാക്കും, നമ്മുടെ സിഗ്മ ബോണ്ട് ഉണ്ടാക്കും. എങ്ങനെ, ഇതുപോലെ നോക്കിയാണേ. ഈ ഉണ്ടേര് മുകളോട്ടായിരുന്നു, സോ അത് മുകളോട്ട് വരച്ച്, ഇത് താഴോട്ടാണ്, താഴോട്ട്. അപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ഹൈഡ്രജൻ തന്നെ പറയാം. നോക്കിയാണേ 1s1 നോക്ക്, എസ് ഇതിലെ എസ് 1s ആണല്ലോ. തമ്മിൽ കമ്പൈൻ ചെയ്ത് 2s അടിക്കളല്ലേ. നോക്ക്, എസ് ടു എസ് എന്ത് ചെയ്ത് ഒരു സിഗ്മ ബോണ്ട് ഉണ്ടായിക്കളഞ്ഞു. ഓക്കെ, 1s ചേർന്നിട്ട് എസ് അതാ ഞാൻ പറഞ്ഞ എസ് എന്തുണ്ടാക്കി, ഒരു സിഗ്മ ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഹൈഡ്രജന്റെ ഫോർമേഷൻ. നമുക്ക് അടുത്ത് നോക്കാം, ഒരു എസ് പി തമ്മിലുള്ള. ഓക്കെ ആണേ. അപ്പൊ എസ് എന്തുണ്ടാകത്തുള്ളൂ, സിഗ്മ ബോണ്ടേ ഫോം ചെയ്യത്തുള്ളൂ. ഓക്കെ, അടുത്ത് എസ് പി നോക്കാം. ഓക്കെയാണേ. ഓക്കെ, ഇനി എസ് എം പി നോക്കാം. നോക്കിയാണേ, ഞാൻ ഹൈഡ്രജനെയും അതുപോലെ ക്ലോറിനും തമ്മിൽ എടുക്കാം. ക്ലോറിനും എടുക്കാം. ഓക്കെ, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്, സോ 1s1. ക്ലോറിൻ നോക്കാം, അറ്റോമിക് നമ്പർ 17 ആണ്, സോ 1s1, 1s2, 2s2, 2p6, 3s2, 3p5 ആണല്ലോ, 3p5. ഓക്കെ, നമുക്കറിയാം വാലൻസ് ബോണ്ട് തിയറിയാണ്. വാലൻസ് ഷെല്ലുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓർബിറ്റൽ ഉണ്ടാക്കാൻ ഫോം ചെയ്യുള്ളൂ. സോ അത് മാത്രം വരയ്ക്കാം. ഇവിടെ ആണെങ്കിൽ എന്താണ് 1s1, ഇവിടെ ആണെങ്കിലോ 3s2, 3p5 വരയ്ക്കാം. 3s2, 3s2, 3p5 നോക്കാം. 1 2 3 4 5 ഉദാഹരണം നോക്കട്ടെ. ഇവിടെ കൂടെ അല്ലേ വരച്ച, അപ്പൊ ഓപ്പോസിറ്റ് വരയ്ക്കാം. ഓക്കെ,
ഞാൻ പറഞ്ഞ ഓപ്പോസിറ്റ് ആയിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഓപ്പോസിറ്റ് ആക്കിയത്. ഓക്കെ, എന്നൊക്കെയാണേ ഇവിടത്തെ ഇപ്പൊ എന്തൊക്കെയാണ് ഇവിടെ 3p ഇത് എക്സ്, 3p y, 3p z ആണല്ലോ. ഓക്കെ, 3p x, 3p y, 3p z. നമുക്ക് ഇതിൽ ഏതാണെങ്കിലും വരയ്ക്കാം കേട്ടോ, ഏതിലാണോ ഓർബിറ്റിലാണോ എടുക്കാം. ഞാൻ ഡിസൈൻ എടുക്കുകയാണേ. ഓക്കെ, അപ്പൊ നോക്കിയോ ഓർബിറ്റില് ഒന്നാമത്തെ H1s1 ഇതായിരിക്കണേ. ഈ ഓർബിറ്റില് ഇതായിരിക്കണേ നോക്കിയാണേ. ഇതിൽ എങ്ങനെയാണ് താഴോട്ട് നമുക്ക് ഹാഫ് ഗ്രിഡ് അല്ലേ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഓർബിറ്റിൽ ഫോം ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യും, ഇത് ഇടിച്ച് ഇങ്ങോട്ട് കയറും. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ സർഫസ് ഇത് എങ്ങനെയാണ് നിൽക്കും. അടുത്തതോ ഇടിച്ചകത്ത് കയറിയാണ്ട ഇതുപോലെ. ഓക്കെ, അപ്പൊ ഇത് ഈ ഉണ്ടയല്ല സ്പിയറിന്റെ ഇതായിരിക്കണേ, നമ്മളെ ഡംബൽ ഇതായിരിക്കണേ. ഓക്കെ, നമുക്ക് ഇപ്പോഴും എന്തായി, ആക്സിൽ അല്ലേ, ഒന്നിനകത്ത് ഇടിച്ച് കാണല്ലേ ചെയ്തത് അല്ലേ. അപ്പൊ എന്താണ്, ആക്സിൽ ബോണ്ട് ആണ്. സോ എസും ബിക്ക് ഇടയ്ക്ക് എന്തുണ്ടാക്കി, ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാക്കി. എസിനും ബിക്ക് ഇടയ്ക്ക് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ എന്താണ് 3pz. ഓക്കെ ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഒരു എസിനും പിക്കും ഇടയ്ക്ക് എന്തുണ്ടാക്കി, ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ശ്രദ്ധിക്കണേ, സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. എങ്ങനെയാണ്, ഒരു എസ് ബാധിക്കണം, ഒരു പി താണ്ടായിരിക്കണം, ഇടിച്ചകത്തോട്ട് ഇങ്ങനെ ആക്സിലായിട്ട് ഹെഡില് ഇതിന്റെ തലയും തമ്മിൽ ഇടിച്ചം കയറി അല്ലേ. എസിനെ കൊണ്ട് ഒരിക്കലും എന്തുണ്ടാക്കൂല, ചേട്ടനൊന്നും കയറാൻ പറ്റില്ല, ഉണ്ട സാധനമല്ലേ. ഇപ്പൊ എന്തായാലും എങ്ങനെ കയറിയാലും എന്ത് ചെയ്യും, അത് ഇടിച്ച് കയറാനേ പറ്റത്തുള്ളൂ. സോ സിഗ്മ ബോണ്ട് മാത്രമേ ഫോം ചെയ്യും. ഓക്കെ, അടുത്തോട്ട് നോക്കാം, വായിക്കണേ. ഓക്കെ, നമ്മൾ എസും ചേർത്തുണ്ടാക്കുന്ന സിഗ്മ ബോണ്ട് കണ്ടു, എസും പിയും ചേർത്തുണ്ടാക്കുന്ന സിഗ്മ ബോണ്ട് കണ്ടു. നമ്മൾ അടുത്ത് നോക്കാൻ പോണ പിയും ചേർത്തുണ്ടാക്കുന്ന സിഗ്മ ബോണ്ടാണ്. ഇമ്പോർട്ടന്റ് ആണ്, നോക്കാം. ഒരു എക്സാമ്പിൾ ഫ്ലോറിൻ F2, അറ്റോമിക് നമ്പർ എത്ര, അറ്റോമിക് നമ്പർ 9 ആണ്. സോ 1s2, 2s2, 2p 4/5, 2p5 ആണല്ലോ. അപ്പൊ നോക്കാം, ഔട്ടർ മോസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ 2s 2p ആണല്ലോ. നോക്കാം, എസിൽ 2 എണ്ണം, ഓക്കെ, പിയിൽ 5 എണ്ണം. 1 2 3 4 5. ഓക്കെ, ഒരു ഫ്ലൂറിന്റെ ആയി. അടുത്ത ഫ്ലൂറിൻ വരയ്ക്കാം, 2 എണ്ണം, 1 2 3 4. ഒരെണ്ണം മുകളിൽ 2 നമ്മൾ എന്ത് ചെയ്യണം, താഴോട്ട് വരയ്ക്കണേ, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിലെ എക്സ് വൈ ഇസഡ്, 2px 2py 2pz. അതുപോലെ ഇവിടെയും 2px 2py 2pz, ഇവിടെ 2s. നമുക്ക് ഒരു പിയുടെ ഇസഡും അടുത്ത പിയുടെ ഇസഡും തമ്മിൽ എന്തുണ്ടാക്കും, ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇത് മാറ്റിട്ട് വരയ്ക്കാം, എനിക്ക് സ്ഥലമില്ല. ഓക്കെ, ശ്രദ്ധിച്ചോണേ, ഇവിടുത്തെ ഫ്ലൂറിന്റെ ഇസഡും അടുത്ത ഫ്ലൂറിന്റെ ഇസഡ് തമ്മിൽ എന്ത് ചെയ്യാൻ പോണേ, ആക്സിൽ ബോണ്ട് ഫോം ചെയ്യാൻ പോണേ. ഓക്കെ, മാറ്റിയാണേ. നോക്കാം, നോക്കിയാണേ, ഒന്നാമത്തെ ഫ്ലൂറിന്റെ ആണ്. ഒന്നാമത്തെ ഫ്ലൂറിന്റെ 2pz ആണല്ലോ, ഒരു സ്പീഡിന് മോളുണ്ടായിരുന്നു. അടുത്തെടുക്കാം, അടുത്ത ഫ്ലൂറിന്റെ 2pz ആണ്. ഓക്കെ, 2pz 1 ആണ്. ഇത് മോളെടുത്തോണ്ട് മറ്റേ താഴോട്ട് എടുക്കാം ആണല്ലോ. തമ്മിൽ എങ്ങനെ ഫോം ചെയ്യും, ഇതിൻ്റെത് മുകളിലോട്ട്, ഇതിന്റെ താഴോട്ട് ആണല്ലോ. ഇതാണ് ഇങ്ങനെയാണ് എന്ത് ചെയ്യണേ, നമ്മളെ ഫ്ലൂറിന്റെ ഓർബിറ്റിൽ എന്ത് ചെയ്യണേ, തമ്മിൽ ചേരുന്നത്. ഓക്കെ, അപ്പൊ ഇതോട് നമുക്ക് ഇവിടെയും പി അല്ലേ, പി ആണ്, ഇവിടെയും പി ആണ്. എന്ത് ബോണ്ടാ ഫോം ചെയ്തേ, സിഗ്മ ബോണ്ട് അല്ലേ ഫോം ചെയ്തേ. കാരണം എന്താണ്, നോക്കി, ഒരു പി ഇതായിരിക്കുന്നത്, അടുത്ത പി ഇതായിരിക്കണം അല്ലേ, ഇടിച്ച് തുറന്ന് അകത്ത് കയറിപ്പോയി ആണല്ലോ. അപ്പൊ എന്താണിത്, ഒരു ആക്സിയൽ ബോണ്ടാണ്. സോ എന്ത് ബോണ്ടാണ്, സിഗ്മ ബോണ്ടാണ്. ഓക്കെ, പി തമ്മിൽ ചേർത്ത് ഉണ്ടാക്കിയ ബോണ്ട് സിഗ്മ ബോണ്ടാണ്. നോക്കാം നമുക്ക് പൈ ബോണ്ടിനെ കുറിച്ച്. പൈ ബോണ്ട് നേരത്തെ പറഞ്ഞു, എന്താണ്, പാരലൽ ബോണ്ട് ചെയ്യണേ, ഇതുപോലെ പാരലൽ ആണ് എന്ത് ചെയ്യണേ, ഫോം ചെയ്യണേ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഒരു പൈ ബോണ്ട് വരയ്ക്കാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യം എന്തുണ്ടാവും, സിഗ്മ ബോണ്ട് ഉണ്ടാവും. തുടക്കത്തിലേ പറഞ്ഞാണ്, സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അത് കഴിഞ്ഞുണ്ടാവണമെങ്കിൽ ഒന്നുണ്ടാകത്തുള്ളൂ, പൈ ബോണ്ട് ഫോം ചെയ്യുള്ളൂ അല്ലേ. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം സിഗ്മ ഒരെണ്ണം പൈ ആണല്ലോ. ട്രിപ്പിൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം സിഗ്മ 2 പൈ, അങ്ങനെയാണെന്നല്ലേ പറഞ്ഞേ. ഉദാഹരണം നോക്കാം, നോക്കിയാണെ ഓക്സിജൻ. അപ്പൊ ആദ്യം എന്തുണ്ടാവും, സിഗ്മ ബോണ്ട് ഉണ്ടാവും, ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്ര, 8. സോ 1s2 2s2 2p 4 ബാക്കി 4 2p4 ആണല്ലോ. അപ്പം 2s ഉണ്ട്, 2p ഉണ്ട് ആണല്ലോ. നോക്കാം, ഇവിടെ ഫുള്ളി ഫിൽഡ് ആണ്,
2p4 അല്ലേ? 1 2 3 4. ഓക്കെ, 2p. ഇതിൽ എക്സ് ഫുള്ളി ഫിൽഡ് ആണ്, വൈ ഹാഫ് ഫിൽഡ് ആണ്, സെഡ് ഹാഫ് ഫിൽഡ് ആണ്. ഓക്കെ, നമുക്ക് അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. 2s ഫുള്ളി ഫിൽഡ് ആണ്, 2p എടുക്കാം. നമുക്ക് ഇവിടെ മോളുടെ ഡയറക്ഷൻ അവിടെ താഴോട്ട് വരയ്ക്കണം അല്ലെ? ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? അവിടെയും എക്സ് വൈ ഇസഡ്. 2pയിലെ രണ്ട് എക്സും എന്താണ്? ഫിൽഡ് ആണ്. 2s ഓൾറെഡി ഫിൽഡ് ആണ്. വൈ നോക്ക്, വൈ ഹാഫ് ഫിൽഡ് ആണ്, സെഡ് ഹാഫ് ഫിൽഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടുത്തെ വൈയും ഇവിടുത്തെ വൈയും തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. ഇവിടുത്തെ സെഡും ഇവിടുത്തെ സെഡും തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. അത് മനസ്സിലായല്ലോ? ഇവിടുത്തെ വൈയും ഇവിടുത്തെ വൈയും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. ഇവിടുത്തെ എസഡും ഇവിടുത്തെ എസഡും തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണ് സിഗ്നയും പൈ ഉണ്ടാവണമെന്ന്. മാറ്റിയാണ് നോക്കാം. നോക്കിയാണേ, ഓക്സിജന്റെ ഒരു ഓക്സിജൻ ധാരിക്കണം, ഒരു ഓക്സിജൻ ധാരിക്കണം. ഓക്കെ, നമുക്ക് വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഏതിനോടെങ്കിലും സിഗ്മ ആക്കാം, ഏതിനോടെങ്കിലും പൈ ആക്കാം. ഞാൻ വൈ ആക്കുകയാണേ സിഗ്മ. നമുക്ക് ഈ ഓക്സിജന്റെ വൈ ധാരിക്കണം, 2p വൈ ധാരിക്കുന്നു. അതുപോലെയാണ് ഈ ഓക്സിജന്റെയും 2p വൈ ധാരിക്കണം ആണല്ലോ വേണ്ട. അപ്പൊ എന്ത് ചെയ്ത്? ഇവിടെയും ആക്സിൽ ബോണ്ട് അല്ലേ? സോ എന്നുണ്ടാക്കി ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇവിടെയാണ് ഈ ഇത് തമ്മിലുള്ള വൈ തമ്മിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനി പൈ ബോണ്ട് ഉണ്ടോ നോക്കാം. അല്ല, പൈ ബോണ്ട് വരയ്ക്കുകയാണേ. ശരിക്കും പൈ ബോണ്ട് എങ്ങനെയാണ്? പാരലായിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ ഇരിക്കണം അല്ലേ? ആണല്ലോ, ഇങ്ങനെയല്ലേ വരണ്ടേ? പക്ഷെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരച്ചിട്ട് അത് റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ ഇതുപോലെ കണ്ട ഫോം ചെയ്തിരിക്കണ്ട, പാരലായിട്ട് ഫോം ചെയ്തണ്ട. അപ്പൊ ഇതെന്ത് ബോണ്ടാണ്? ഇത് പൈ ബോണ്ടാണ്. ആര് തമ്മിൽ ഉണ്ടാക്കിയതാണ്? അപ്പം ഇവിടെ നമ്മള് 2p z. ഓക്കെ, ഇത് 2p y. ഓക്കെ, നമ്മൾ ഇങ്ങനെ കാണിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നോക്കാം. അടുത്ത് നോക്കാം നൈട്രജൻ. മാറ്റിയാണേ, അടുത്ത് നോക്കാം നൈട്രജൻ. നോക്കിയാണേ, നൈട്രജൻ N2. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഓക്സിജനില് ഒരു ബോണ്ട് സിഗ്മയും അടുത്ത ബോണ്ട് പൈയും ആയിരുന്നു. അപ്പൊ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ആണ്. നമുക്ക് നോക്കാം. നൈട്രജൻ അറ്റോമിക് നമ്പർ എത്ര? 7 ആണ്. സോ 2 ഇങ്ങനെയല്ലോ, 1s2 2s2 2p3 ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? 2s 2p എന്ത് ചെയ്യാം? നമുക്ക് വരയ്ക്കാം. 2s 2 ഉണ്ട്, 2pയിൽ ഒരെണ്ണം വിധം ആണല്ലോ. അപ്പൊ അടുത്ത നൈട്രജൻ വരും, അടുത്ത നൈട്രജൻ നേരെ തിരിച്ചു വരും ആണല്ലോ. വരയ്ക്കാം. ഇത് മോളിൽ എടുത്തോണ്ട് താഴെ എടുക്കാം. എക്സ് വൈ ഇസഡ് എന്ത് ചെയ്യും? ഇവിടത്തെ എക്സും ഇവിടത്തെ എക്സും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കും. ഇവിടത്തെ വൈയും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കും. ഇവിടത്തെ സെഡും തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും ആണല്ലോ. സോ നമുക്ക് വരയ്ക്കാം. ബാക്കിയാണേ, നൈട്രജൻ ധാരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാം. എക്സിന് തമ്മിൽ എന്ത് ചെയ്യാണ്? സിഗ്മ ആക്കിയാണേ. ഇതിന്റെ എക്സ് തമ്മിൽ സിഗ്മ അല്ലേ? അപ്പൊ എക്സ് സിഗ്മ ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യാം? വൈ എടുക്കാം. വൈ എന്ത് ചെയ്യാം? എക്സ് ഇങ്ങോട്ടാണെങ്കിൽ വൈ മോളോട് എടുക്കണേ. മോളോട് എടുത്തു. അപ്പൊ എന്ത് ചെയ്യും? ഇവര് തമ്മില് പൈ ബോണ്ട്. ഇതാരാണ്? 2p y. ഇത് 2p y. ഇതാണെങ്കിലോ 2p x. ഇത് 2p x. ഇനി വേണമല്ലോ, ഇനി ആരെടുക്കാം? ഇസഡ് എടുക്കാം. അപ്പൊ ഇത് പറഞ്ഞാൽ ഇങ്ങോട്ടായി. അടുത്തെന്താണ്? നേരെ ആണല്ലോ, നിങ്ങൾ അങ്ങോട്ടും ബോർഡിന്റെ ബാക്കിലോട്ടും. നമുക്ക് ചരിച്ച് വരയ്ക്കാം. അപ്പൊ ഇവര് തമ്മിൽ എന്താണ്? പൈ ബോണ്ട്. ഇതാരാണ്? 2p z. ഇതും 2p z. ഓക്കെ, 2p z ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സ് തമ്മിൽ എന്തുണ്ടാക്കി? സിഗ്മ ഉണ്ടാക്കി. വൈയും തമ്മിൽ പൈ ഉണ്ടാക്കി. ഇസഡും തമ്മിൽ പൈ ഉണ്ടാക്കി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സിഗ്മയും 2 പൈയും ആണല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളെങ്കിൽ സിഗ്മ ബോണ്ട് മാത്രം. മൾട്ടിപ്പിൾ ബോണ്ട് വരികയാണെങ്കിൽ ഒരെണ്ണം സിഗ്മ ആയിരിക്കും, ബാക്കിയുള്ളതെല്ലാം പൈ ആയിരിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് വന്നിട്ട് കണ്ടുപിടിക്കാൻ പറയാം, ടോട്ടൽ എണ്ണം. ഓക്കെ, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ 2 എക്സാമ്പിൾ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ഓക്കെ, ഞാൻ മാറ്റിയാണേ. ഓക്കെ, നമ്മൾ എന്താണ് കണ്ടത്?
സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എന്താണെന്ന് കണ്ടിട്ടുണ്ട്, വിത്ത് എക്സാമ്പിൾ ആണ്. ഓക്കെ, സിഗ്മ ബോണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? എസും ചേർത്തുണ്ടാക്കാം, എസും പിയും ചേർത്തുണ്ടാക്കാം, പിയും ചേർത്തുണ്ടാക്കാം. അതുപോലെ പൈ ബോണ്ട് പിയും ചേർത്തുണ്ടാക്കാം, പിയും ഡിയും ചേർത്തുണ്ടാക്കാം, ഡിയും ചേർത്തുണ്ടാക്കാം. ഓക്കെ, ഇതാണ് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് വെക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ്, എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ടെന്ന് കണ്ടെത്തുക. നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്, സംഭവം സിമ്പിൾ ആണ്. ഒരു ഉദാഹരണം കാണിച്ചു തരാം. C2H4 നോക്കാം. C2H4 ഒക്കെയാണ്. നിങ്ങൾ ആദ്യം സ്ട്രക്ചർ ചുമ്മാ വരയ്ക്കുക, അപ്പൊ തന്നെ ഉത്തരം കിട്ടും. ഓക്കെ, C2H4 വരച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സിംഗിൾ ബോണ്ട് അല്ലേ, സിഗ്മ ബോണ്ട്, സിംഗിൾ ബോണ്ട് സിഗ്മ ബോണ്ട്, സിംഗിൾ ബോണ്ട് സിഗ്മ ബോണ്ട്, സിംഗിൾ ബോണ്ട് സിഗ്മ ബോണ്ട്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈയും. അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 സിഗ്മയും ഒരു പൈയും. വേറെ ദിവസം നോക്കാം. വേറെ ഒരെണ്ണം വാട്ടർ ചെയ്യാം. വാട്ടർ H2 ചെയ്യാം. H2O നോക്കാം. HO 2 സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പം 2 സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ, പൈ ബോണ്ട് 0. മറ്റൊരു ഉദാഹരണം നോക്കാം. C2H5OH തന്നെ വരും. നോക്കണം. C2H5 അല്ലേ, സോ OH. ഓക്കെ, എല്ലാ സിംഗിൾ ബോണ്ട് അല്ലേ, സോ എന്ത് വരും? എല്ലാ സിഗ്മയാണ്. 1 2 3 4 5 6 7 സിഗ്മയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്ത് ചെയ്യാം? വാട്ടറായി. ഓക്കെ, C2H4 ഓക്കെയാണെ. അപ്പം C ഡബിൾ ബോണ്ട് C 1 2 3 4 ഇതിൽ പിടിച്ചത്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. C2H2 അത് ചെയ്യാം. ഓക്കെ, അത് നല്ലത്, പറഞ്ഞതല്ലോ. അപ്പൊ അതൊക്കെയാണ് H. നോക്കെ, ഇവിടെ സിംഗിൾ ബോണ്ട് സിഗ്മ, ഇവിടെ ഒരെണ്ണം സിഗ്മയും 2 എണ്ണം പൈയും ആണല്ലോ. അപ്പൊ എന്തായാലും 1 2 3 സിഗ്മയും 2 പൈയും. ഓക്കെ, മനസ്സിലായിരിക്കണം. സ്ട്രക്ചർ വരയ്ക്കുക. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാ സിഗ്മ ഇടുക. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈ, ത്രിബിൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം സിഗ്മ 2 പൈ. ഓക്കെ, നിങ്ങൾക്ക് ഹോംവർക്ക് തരാം, ചുമ്മാ ചെയ്തോളൂ. C3H8 കണ്ടെത്തുക, C3H6 കണ്ടെത്തുക, C5H 10 - 2 ഓക്കെ 10 2 + 2 10 കണ്ടെത്തുക. ഓക്കെ, മതി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.